ഈസ്റ്റ് ബ്ലൂയിലെ ഗോവ കിങ്ഡത്തിലായിരുന്നു ഡ്രാഗൺ ജനിച്ചത്. ലൂഫി വളർന്നു വന്ന അതേ ഗോവ കിങ്ഡത്തിൽ. എല്ലാരും ഭയപ്പെടുന്ന ഈ കഥാപാത്രം ചെറുപ്പത്തിൽ മറൈൻസിലെ അംഗമായിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ അഴിമതി അനീതി നേരിട്ട് മനസ്സിലാക്കിയ ഡ്രാഗൺ നേവി എന്നേക്കുമായി ഉപേക്ഷിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് റവല്യൂഷണറി ആർമി ഉണ്ടാക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ കൂട്ടായ്മ നയിച്ചിരുന്നു. പിന്നീട് ഒഹാര ദ്വീപിന്റെ ദുരന്തത്തിന് ശേഷം കൂമയുടെ ഇവാൻകോയിന്റെ ഒക്കെ സഹായത്തോടെ ചേർന്ന് റവല്യൂഷണറി ആർമി എന്ന സംഘടന തന്നെ ഗവൺമെന്റിനെതിരായി അദ്ദേഹം രൂപീകരിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ക്രിമിനൽ എന്നാണ് മങ്കി ഡി ഡ്രാഗണെ ഗവൺമെന്റ് വിളിക്കുന്നത്. 4 എംപറേഴ്സിന്റെ നിലനിൽപ്പിന് ഏക ഭീഷണിയായിരുന്നു ഡ്രാഗൺ. വൺ പീസ് പരമ്പരയിൽ കൃത്യമായി ഡ്രാഗന്റെ ബൗണ്ടിയെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ബൗണ്ടി ഉള്ള ആളാണ് ഡ്രാഗൺ എന്നാണ് പറയപ്പെടുന്നത്. ഈസ്റ്റ് ബ്ലൂയിലേക്ക് എപ്പോഴും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന ഈ കഥാപാത്രത്തിന് ഗോൾഡി രാജറിന്റെ മരണം വരെയും മുഖത്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ടാറ്റു ഇല്ലായിരുന്നെന്ന് പറയുന്നു. റവല്യൂഷണറി ആർമിയുടെ സിംബൽ എന്നും പൊളിറ്റിക്കൽ റിബല്യൻ എന്നും സ്കൈ ഐലൻഡുമായിട്ടുള്ള കണക്ഷൻ എന്നും ഒക്കെ ടാറ്റുവിനെ കുറിച്ച് ഫാൻ തിയറീസ് ഒരുപാടുണ്ട് താനും. ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടും പവർഫുള്ളായും ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടറായിരുന്നു വൺ പീസിലെ മങ്കി ഡി ഡ്രാഗൺ. നിങ്ങൾക്ക് പുള്ളിക്കാരനെ കുറിച്ച് അറിയുന്ന തിയറീസ് താഴെ ജസ്റ്റ് കമന്റ് ബോക്സ് ഷെയർ ചെയ്യുക. അനിമെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളാം.